കഴിഞ്ഞ ദിവസം വന്ന ഞെട്ടിപ്പിക്കുന്ന ഒരു കൊലപാതകം, അതിന്റെ ദൃശ്യങ്ങൾ, അന്വേഷണം, അതിനൊടുവിൽ ഇപ്പോൾ കുറെ പ്രതികൾ പിടിയിലായിട്ടുണ്ട്. കൊല്ലം കരുനാഗപ്പള്ളി ആലുവ അതുൽ കൊലക്കേസിലാണ് 8 പ്രതികൾ പിടിയിലായത്. 4 പ്രതികൾ നേരത്തെ പിടിയിലായിരുന്നു. 4 പേരെ കോട്ടയം മുണ്ടക്കയത്ത് നിന്നാണ് പിടികൂടിയത്. അവരെ പിടികൂടുന്ന ദൃശ്യങ്ങൾ കാണാം. രാഹുൽ ജി നാഥ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രാഹുൽ, ഈ പ്രതികളെ പിടികൂടാൻ കുറച്ച് പണിപ്പെട്ടിട്ടുണ്ടായിരുന്നു അല്ലേ? ആ ദൃശ്യങ്ങളിൽ അതാണ് മനസ്സിലാകുന്നത്. അപ്പോൾ 8 പേർ പിടിയിലായിട്ടുണ്ട്. പ്രധാന പ്രതികൾ തന്നെയാണോ പിടിയിലായിരിക്കുന്നത്? ഇനി ആരെങ്കിലും പിടികൂടാനുണ്ടോ? എന്താണ് പോലീസ് അറിയിക്കുന്നത്? പൂജ, ഉറപ്പായും പ്രധാന പ്രതികൾ, അതായത് ഈ കുറ്റകൃത്യം നേരിട്ട് നടത്തിയ, നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇന്നലെ ആ കൊലപാതകം അരുൺ കൊല നടന്ന ഇടത്ത് തന്നെയാണ്. അവിടെ എത്തി കൊലപാതകം നടത്തിയ 4 പേർ ഉൾപ്പെടെയുള്ളവരാണ് ഇപ്പോൾ എന്തായാലും പിടിയിലായിരിക്കുന്നത്. ഇതിലേറ്റവും പ്രധാനമായി പറയാനുള്ളത്, മുണ്ടക്കയത്ത് വെച്ച് ആ പിടികൂടും ദൃശ്യങ്ങൾ നമ്മളിപ്പോൾ പുറത്തു കൊടുത്തു. വലിയ സാഹസികമായൊരു ദൗത്യമായിരുന്നു പോലീസിനെ സംബന്ധിച്ച്. കാരണം കൃത്യമായ വിവരമുണ്ടായിരുന്നു. തമിഴ്നാട്ടിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതികൾ ഏറ്റവും ഒടുവിൽ ഈ കോട്ടയം മുണ്ടക്കയത്തിലേക്ക് എത്തുന്നു. അവിടെ ഒരു വയലുമായി ബന്ധപ്പെട്ട പ്രദേശത്ത് പോലീസ് ആകെ വളഞ്ഞ ശേഷമാണ് ബാക്കിയുള്ള പ്രതികളെ പിടികൂടുന്നത്. ഇന്നലെ രാത്രിയോടുകൂടി തന്നെ രണ്ടുപേരെ പിടികൂടിയിരുന്നു. ആ ദൃശ്യങ്ങൾ നമ്മൾ ഇന്നലെ രാത്രി കൊടുത്തിരുന്നു. അതിനോടൊപ്പം സിറ്റി പോലീസ് കമ്മീഷണർ ഹേമലത IPSന്റെ മാധ്യമങ്ങളെ കാണുകയും ചെയ്തിരുന്നു. എന്തായാലും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുറേയധികം കാര്യങ്ങൾ പുറത്തു വരാനുണ്ട്. കാരണം ഇവിടേക്ക് പ്രതികൾ കൊണ്ടുവന്ന കാറ് അത് തൊട്ടപ്പുറത്തേക്ക്, അതായത് കൊല്ലം ഭാഗത്തേക്ക് കിടക്കുന്ന ഇടക്കുളങ്ങര എന്ന സ്ഥലത്ത് നിന്നാണ് ലഭിച്ചിട്ടുള്ളത്. ഹരിയാന രജിസ്ട്രേഷനുള്ള കാറ് നമ്മൾ ഇന്നലെ കണ്ടതാണ്, ഇന്നോവ കാറ്. ഒപ്പം പ്രതികൾ എത്തരത്തിലാണ് രക്ഷപ്പെടാൻ ശ്രമിച്ചത് എന്നുള്ളതാണ്. കാരണം 2 പ്രതികൾ ഈ പ്രദേശത്ത് നിന്ന് പിടികൂടുന്നു. മറ്റുള്ളവർ തമിഴ്നാട്ടിലേക്ക് കാറ് മാറിക്കേറി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഈ മുണ്ടക്കയത്ത് വെച്ച് ഇത്തരത്തിൽ പിടിയിലാകുന്നത്. എന്തായാലും വലിയ ഞെട്ടലാണ് ആളുകൾക്ക് ഇപ്പോഴും ഉള്ളത്. കാരണം ഈ പ്രദേശം, അതായത് കിലോമീറ്ററുകൾ മാത്രം ചുറ്റപ്പെട്ട് കിടക്കുന്ന ഈ പ്രദേശത്തുള്ള ആളുകൾ തന്നെയാണ് പ്രതികൾ. കൊല്ലപ്പെട്ടയാൾ ആലുവ അതുലും ഈ പ്രദേശവുമായി ബന്ധപ്പെട്ട് താമസിക്കുന്നയാളായിരുന്നു. അപ്പോൾ എന്തായാലും ഈ കുടിപ്പക ഇങ്ങനെ അവസാനിക്കാതെ നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ ദൃശ്യങ്ങൾ കണ്ടത് CCTV ക്യാമറയാണ്. ആ ദൃശ്യങ്ങളാണ് ഇന്നലെ പ്രചരിച്ചത്. എന്തായാലും ഏറ്റവും വലിയ ആസൂത്രണത്തോടെ ഈ കൊലപാതകം ചെയ്തു എന്നാണ് പോലീസും പറയുന്നത്. കാരണം ഇത്തരത്തിൽ 7-ാം തീയതിയാണ് ആലുവ അതുൽ ഇത്തരത്തിൽ ജാമ്യത്തിൽ ഇറങ്ങുന്ന ശേഷം എല്ലാ ശനിയാഴ്ചയും പോലീസ് സ്റ്റേഷനിലെത്തി ഒപ്പിടണം എന്നുള്ള നിർദ്ദേശമുണ്ടായിരുന്നു. അപ്പോൾ ഏറ്റവും ആദ്യത്തെ ശനിയാഴ്ച, അതായത് ആദ്യം ഒപ്പിടാൻ ഒരു ശനിയാഴ്ച തന്നെ ഇത് കൃത്യം നടപ്പിലാക്കണം എന്ന് പറഞ്ഞിരുന്നു. ഇന്നലെ നമ്മൾ ഈ ഗതാഗത കുരുക്കൊക്കെ കണ്ടതായിരുന്നു. അപ്പോൾ പ്രതികൾ കൃത്യമായി ഇവിടെ തന്നെ എത്തിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചതാണോ, അതോ കുറേ സമയം, അതായത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് കിലോമീറ്ററോളം പിന്തുടരുന്നുണ്ട്, അതിനുശേഷമാണ് ഇവിടെ എത്തി നമ്മളിപ്പോൾ ഇടക്കുളങ്ങരയിൽ നിന്ന് പിടികൂടി എന്ന് പറഞ്ഞ് ഇന്നോവ കാർ ഉപയോഗിച്ച് ഈ ആലുവ അതുൽ സഞ്ചരിച്ച സ്വിഫ്റ്റ് കാറിൻ്റെ മുൻവശത്തേക്ക് ഇടിച്ച് ഒരു വശത്തേക്ക് ഇടിച്ച് കുഴിയിലേക്ക് ഇടുകയായിരുന്നു. അവിടെ വെച്ചാണ് അരുൺ കൊല നടത്തുന്നത്. എന്തായാലും ഇതിന് പിന്നിൽ നമ്മൾ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ മാർച്ച് 27 പോകേണ്ടി വരും. കൃത്യം ഏതാണ്ട് 1 വർഷത്തിനപ്പുറത്തേക്ക് പോകേണ്ടി വരും. അന്ന് ജിം സന്തോഷിനെ കൊലപ്പെടുത്തിയ ശേഷം, കരുനാഗപ്പള്ളി സ്വദേശി ജിം സന്തോഷിനെ കൊലപ്പെടുത്തിയ ശേഷം മടങ്ങിപ്പോകും വഴി വവാക്കാവ് എന്ന് പറഞ്ഞ് സമീപ പ്രദേശത്ത് നിന്ന് അനീർ എന്നയാളെ ആക്രമിച്ചിരുന്നു. അപ്പോൾ അനീറുമായി ബന്ധപ്പെട്ട സംഘമാണ് ഈ ഒരു കൊലപാതകത്തിന് പിന്നിൽ എന്നാണ് ഇപ്പോൾ പോലീസ് നൽകുന്ന പ്രാഥമിക വിവരം. എന്തായാലും ഈ കുടിപ്പക ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന നിലപാടിലാണ് ആളുകളുള്ളത്. സ്വസ്ഥമായി ജീവിക്കണമെന്നുണ്ട്. ഇന്നലെയും കമ്മീഷണർ അത് തന്നെയാണ് ആവർത്തിച്ചത്. എന്നാലും ഇത്തരം സംഘങ്ങളെ അമർച്ച ചെയ്യും എന്നുള്ള ഉറപ്പും സിറ്റി പോലീസ് കമ്മീഷണർ. രാഹുൽ, ആ ഒരു ആശങ്കയാണ് ശരിക്കും ഈ ഒരു വിഷയത്തിൽ നിലനിൽക്കുന്നത്. ഒന്ന് ഈ ഗുണ്ട കുടിപ്പക, അതിന്റെ പേരിൽ ക്രൂരമായ ഒരു കൊലപാതകം, ആ ദൃശ്യം ഒന്നാകെ പ്രചരിക്കുന്നു. ഇത് ശരിക്കും ഇനിയും ഈ പ്രവർത്തികൾ തടയാൻ പാകത്തിനുള്ള നടപടികൾ ഉണ്ടാകേണ്ടതല്ലേ? ഇതിപ്പോൾ തന്നെ ഇതുകൊണ്ട് അവസാനിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ പോലും ഒരു ഉറപ്പും പറയാൻ പറ്റുകയില്ല. ആ തരത്തിൽ പോലീസിന്റെ നിരീക്ഷണം, അവരുടേതായിട്ടുള്ള നടപടികളൊക്കെ തന്നെ ഇനി എങ്ങനെയായിരിക്കും മുന്നിലേക്ക് കൊണ്ടുപോകുക? കഴിഞ്ഞ ദിവസം ചെറിയൊരു സൂചന നൽകിയിട്ടുണ്ട് എങ്കിൽ പോലും അത് കാര്യക്ഷമമായി തന്നെയും ഇനിയും കൊണ്ടുപോകേണ്ടതല്ലേ പോലീസിനെ സംബന്ധിച്ച്? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഇന്നലെ ഇവിടെ നിന്നവർക്കും ആശങ്ക തന്നെയായിരുന്നു. പ്രത്യേകിച്ച് ഈ കരുനാഗപ്പള്ളി ഓച്ചിറ
കായംകുളം മേഖലകളിൽ ഇത്തരത്തിൽ ഗുണ്ടാ സംഘങ്ങൾ പ്രവർത്തനങ്ങൾ അവർ വിഹരിക്കുന്നു. അവരുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ നിരവധി നമ്മൾ റിപ്പോർട്ട് ചെയ്യാറുള്ളത് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ പ്രദേശത്ത് ഒരു പ്രത്യേക പോലീസ് കോമ്പിംഗ് ഉൾപ്പെടെയുള്ളവ നടത്തണമെന്നുള്ള ആവശ്യമുണ്ട്. ഒപ്പം ഇത്തരത്തിൽ ഒരു വലിയ ശക്തമായ പരിശോധന നടത്തുക, കൃത്യമായി ഈ ഗുണ്ടാ ലിസ്റ്റ് ഉണ്ടാക്കി അവരെ അമർച്ച ചെയ്യാനുള്ള നടപടികൾ ചെയ്യുക എന്നുള്ളതൊക്കെ വലിയ ആവശ്യമായി ഇപ്പോൾ ഉയർന്നിരിക്കുകയാണ്. കാരണം പട്ടാപ്പകൽ ആ കൊലപാതകം നടന്ന രീതി, കൊലപാതകം ചെയ്യാൻ തിരഞ്ഞെടുത്ത സ്ഥലം, കൊലപാതകം ചെയ്ത ശേഷം അവർ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. ആ സമയത്തെല്ലാം ഈ പ്രതികളുടെ മനോഭാവം തന്നെയാണ് ഭീതിപ്പെടുത്തുന്നത്. കാരണം ആളുകൾ ചുറ്റും കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. ഗതാഗതക്കുരുക്ക്, ഭാഗികമായ ഗതാഗതക്കുരുക്ക് ഞാൻ ഈ നിൽക്കുന്ന റോഡിലുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം വലിയ പ്രശ്നമായി ഉന്നയിക്കപ്പെടുകയാണ്. കാരണം അത്രമാത്രം നിയമത്തെ വെല്ലുവിളിക്കാനുള്ള മനോഭാവം ഇടുന്നുണ്ടാകുന്നു. തീർച്ചയായും അത് തന്നെയാണ് പ്രശ്നം. കഴിഞ്ഞ ദിവസം തന്നെ ആ കൊലപാതകത്തിന്റെ ദൃശ്യങ്ങൾ തന്നെ അത് ഞെട്ടിപ്പിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു പകയുടെ പേരിൽ, ആ ഒരു പ്രതികാരത്തിന്റെ പേരിൽ ഒരു കൊലപാതകം നടന്നു എന്ന് പറയുമ്പോഴും അത് ഉയർത്തുന്ന ആശങ്കകൾ അത് വളരെ വലുത് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളെയൊക്കെ അടിച്ചമർത്താൻ വേണ്ടിയിട്ടുള്ള നിയമ നടപടികൾ ഉറപ്പായിട്ടും നാട്ടിലുണ്ടാകണം. 8 പ്രതികളാണ് പിടിയിലായത്. ഏറ്റവും ഒടുവിൽ 4 പേരെ പിടികൂടുന്നു. അതിൽ മുണ്ടക്കയത്ത് നിന്നും ആ 4 പ്രതികളെ പിടികൂടുന്ന ദൃശ്യങ്ങൾ കൂടിയാണ് ഇനി ഈ കാണുന്നത്. ഇനി 2 പേരെയാണ് പിടികൂടാനുള്ളത്. രാഹുൽ ജി നാഥാണ് ആ സംഭവം നടന്ന സ്ഥലത്തു നിന്നും കൂടി വിവരങ്ങൾ ഇപ്പോൾ നൽകിയത്. രണ്ട് കൊച്ചുപിള്ളേരും ഒരു പെണ്ണ് മാത്രമേ ഉള്ളൂ. ഇവിടെ വിടാൻ